ഇതാണ് ഒരു പോസിബിലിറ്റി. പോയിസൺ കാഷ്വൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ മുന്തിരിയിലും. പോയിസൺ ഇഞ്ചക്റ്റഡ്? വേറെന്തെങ്കിലും പോസിബിലിറ്റീസ്? വേണമെങ്കിൽ ഇത് പോയിസണിൽ സോക്ക് ചെയ്തിട്ടും ആവാം. ഞാൻ ഈയിടെ നെറ്റിൽ വായിച്ചു, ഒരു പലസ്തീൻ ഗറില്ല കമാൻഡറെ ഏതോ മിഡിൽ ഈസ്റ്റ് ഹോട്ടലിൽ വെച്ച് ഇസ്രായേലിന്റെ സീക്രട്ട് ഏജൻസി മൊസാഡ്, അതിൽപ്പെട്ടവർ ഫുഡിലോ ഫ്രൂട്ട്സിലോ പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത് അയാൾക്ക് അറ്റാക്ക് വരാൻ കാരണം. ആൻഡ് ഹി ഡൈഡ് ഇൻസ്റ്റന്റ്ലി. ഹലോ, സ്വാമിയാണോ? അതെ, സ്വാമിയാണല്ലോ. ഞാൻ ഫാദർ പുന്നക്കോട്ടിൽ. താൻ എവിടുത്തെ ഫാദറാണോ? പറയണോ, തന്റെ നാവ് ഇറങ്ങിപ്പോയോ? തരികിട, വെറും തരികിട. അല്ലെങ്കിൽ തന്നെ എന്തിനാണോ പോലീസ് അന്വേഷിക്കുന്നത്? പറയണോ. സ്വാമിയുടെ ഒരു ഹെൽപ്പിന് വേണം. ഞാൻ എന്റെ നമ്പർ തരാം. ഇനി ആ അച്ഛൻ എപ്പോഴെങ്കിലും വിളിച്ച ആ സെക്കൻഡിൽ അയാൾക്ക് സംശയം തോന്നാതെ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് തന്നെ വിളിക്കണം. ഫാദർ വടക്കേപ്പറമ്പൻ? ഫാദർ ഇതാ വരുന്നുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. യെസ്, ഗുഡ് മോർണിംഗ്. ഐ എം പ്രിൻസ് പുന്നക്കോട്ടിൽ. ഇവിടെ താമസിച്ചിരുന്ന എബ്രഹാം പുന്നക്കോട്ടിലിന്റെ നെഫ്യൂ, അതായത് അനുജന്റെ മകൻ. അച്ഛൻ താക്കോൽ തന്നയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലഗേജ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങോട്ട്? അച്ഛനെവിടെ? ഫാദർ ഇപ്പോ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലോ? എന്തു പറ്റി? അത് അവിടെ ഇന്ന് രാവിലെ പള്ളിയുടെ അടുത്ത് പോയിട്ട് വരുമ്പോ ഒരു ചെസ്റ്റ് പെയിൻ, പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോ എന്റെ കയ്യിൽ താക്കോൽ തന്നിട്ട് പറഞ്ഞു റൂമിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ. റൂമൊന്നും കാണിച്ചു തന്നാൽ ഐ വിൽ ടേക്ക് ദ ലഗേജസ്. മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. ഇതല്ലേ? ഇതിപ്പോ ഒരു ബാഗ് കാണുന്നില്ല. മാത്രമല്ല അച്ഛൻ പറഞ്ഞ പല പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവിടെ കാണുന്നില്ല ഫാദർ. ഈ മുറിയിൽ ആരോ കയറിയിട്ടുണ്ട്. ഫാദർ, ഫാദർ, ഫാദർ. എന്താ? ഫാദർ അബ്രഹാമിന്റെയും നെല്ലിക്കന്റെയും മുറി കുത്തി തുറന്ന് മൊബൈലും വാച്ചും പേഴ്സും എല്ലാം എടുത്തോണ്ട് പോയച്ചു. മുസ്ലിംകാരൻ പൗലോസിനെയും ഭാര്യയും കാണുന്നില്ല. പോലീസിൽ വിവരം അറിയിച്ചു. ഫാദർ കുഞ്ചറിയ പോലീസ് സ്റ്റേഷനിലോട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്നു. നിങ്ങൾ പോയാൽ എങ്ങനെയാ? പോലീസ് വരുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഫാദർ അവിടെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഞാനിവിടെ നിന്നാൽ എങ്ങനെ? അല്ല, അച്ഛൻ ഏത് ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞത്? ഏത് ഹോസ്പിറ്റലാണ്? തന്നോട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞല്ലോ കിഴങ്ങ. അയാൾ വിളിക്കുമ്പോ ഒരു സംശയവും തോന്നാതെ കോള് കട്ട് ചെയ്യാതെ മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് ഞാൻ തന്ന നമ്പറിലേക്ക് വിളിക്കണമെന്ന്. എന്നിട്ട് താൻ എന്താ ചെയ്തത്? സോറി സർ, അപ്പോഴത്തെ ആവേശത്തിന്. ആവേശം കാണിക്കാൻ താനാരാടോ? മുഖ്യമന്ത്രിയുടെ മകനോ മരുമകനോ? ഏത് നമ്പർ എന്നാ വിളിച്ചത്? ഇതിലുണ്ട്. ഏത് നമ്പർ? ലാസ്റ്റ് നമ്പർ. സത്യം പറഞ്ഞു, താനും ആ തരിയുടെ കൂടെ ഒത്തുകളിച്ചാണല്ലേ? ദൈവദോഷം പറയുന്നു. രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പ് ആണല്ലേ? ആ തരിയുടെ കെട്ടിയിലെ താനായിരിക്കും ഒന്നാം പ്രതി. തന്നെ സർ, അന്നേൽപ്പിച്ച 24 നമ്പറുകളിൽ 19 എണ്ണത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അല്പം താമസിക്കും സർ. ഞാനിപ്പോ വന്നത് അതിനല്ല. 9388 9388 955456 955456. ഈ നമ്പർ ഞാൻ തന്നെ ലിസ്റ്റിലോട്ട് നോക്കി. യെസ് സർ.
ഇനി എനിക്ക് നമ്പറിന്റെ ഡീറ്റെയിൽസ് ഉടനെ കിട്ടണം. സർ ഉടനെ അർജന്റ് ആയതുകൊണ്ടല്ലേ പറയുന്നത്. പ്ലീസ് ട്രൈ. Yes, sir. I'll wait. എല്ലാരും പെട്ടെന്ന് ചെക്ക് ചെയ്യ. വേഗം 5 റിലയൻസ് ചെക്ക് ചെയ്യ. നമ്പറോ പറഞ്ഞില്ലേ അത് തന്നെ. ഓക്കെ 9388955456. ഇറ്റ്സ് വെരി അർജന്റ്. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. വേഗം ആവട്ടെ. ഓക്കെ ഓക്കെ ശരി. ആരാ? എന്താ? ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയില്ലേ? അയാൾ എന്തിനോട് വന്നത്? മനസ്സിലായില്ല. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ഐ എം സോ സോറി. നിങ്ങൾ ചോദിച്ച ഒന്നിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്പം കഴിഞ്ഞ് ഞങ്ങളുടെ ബോസ് വരും. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എന്താ ലക്ഷ്മി പ്രോബ്ലം? ഇവിടെ ആരാ വന്നത്, എന്തിനാ വന്നതെന്നൊക്കെ മൂപ്പർക്ക് അറിയണമെന്ന്. അതിന് മൂപ്പരാര്? ഒരു ഓഫീസിൽ കയറി വന്ന് ഇത്രയും ബോൾഡായിട്ട് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ വന്നിട്ട് പോയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലയാളൊന്നുമല്ല. ഹീസ് വെരി ഡേഞ്ചറസ്. ഡേഞ്ചറസ്. യെസ്, ഐ എം വെരി ഡേഞ്ചറസ്. എന്തിനാ ഇവരെ വെറുതെ ശല്യം ചെയ്യുന്നത്? അധികാരിക്ക് എന്താ അറിയേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒന്നും മിണ്ടാണ്ടും പറയാനും പോയാലെങ്ങനാ? കുറെ നാളായാലോ താൻ എന്റെ പുറകെ കൂടിയിട്ട്. എന്താ കാര്യം? ആരാ നീ? തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പോലീസാണോ? ADGP പീറ്റർ സ്കറിയ സാറിന്റെ സ്പൈ ആണല്ലേ? അദ്ദേഹമാണോ പറഞ്ഞ എന്നെ ഫോളോ ചെയ്യാൻ? വെക്കോടോ. അതെ, ഏത് പോലീസ് സ്റ്റേഷൻ? ഓ, എവിടാ വെച്ചിരിക്കുന്ന? പറയടാ. ഇല്ല അല്ലേ നപ്പടി. നീ പറയണ്ട, ഞാൻ അങ്ങനെ കൊടുത്തേക്ക് സാറേ. എല്ലാം ഈ പാവങ്ങളുടെ, അല്ലെങ്കിൽ പ്രാക്ക് കിട്ടും. എന്തൊക്കെയാടാ മുടിച്ചത്? പിന്നെ സാറേ ഈ ബാഗ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒന്നുമില്ല, കുറെ ആക്ക് സാധനങ്ങളും. സുനന്ദ, ഒരു കാര്യം ചെയ്യ്, ഇവളാകത്തുണ്ടോ ശരിക്കൊന്ന് പരിശോധിക്കും. അയ്യോ, ഇന്ന് നേരം വെളുക്കണവരെ ഞാൻ പരിശോധിച്ചതാ, ഒന്നുമില്ല സാറേ. ആ ഞാനിവിടെ ഇല്ലെന്ന് കരുതി നീ പൊക്കളരുത് കേട്ടോ. ഞാനങ്ങനെ പോവാനാ? വകുപ്പ് 117 ഒരു ദിവസം അകത്ത് കിടത്താനേ പറ്റൂ. മിണ്ടാതിരുന്ന അങ്ങനെ കാര്യം പറയട്ടെ സാറേ. സാറിന് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ടെ സാധനങ്ങൾ വാങ്ങിച്ച് പോവാൻ നോക്ക്. ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ നക്കാപ്പിച്ച കൊടുക്കണം. വകുപ്പുള്ളതാ. ഇയാൾക്കെന്ത് പറ്റി? ഇതാണ് സാർ ഞാൻ പറഞ്ഞ കള്ളൻ. നമസ്കാരം. ഇവരാണ് സെമിനാരിയിലെ അച്ഛന്മാർ. ഇവരുടെ സെമിനാരിയില അയാൾ കുറച്ചുനാൾ താമസിച്ചത്. ഈ സാറ് പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സോ ഡേഞ്ചറസ് മാൻ, മൈ ഗോഡ്. അങ്ങനെ ഒരു മഹാഭാഗ്യമുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. എല്ലാം സംഭവിച്ചതിന് ശേഷം അറിയൂ. തേടുന്നയാൾ അച്ഛന്റെ വേഷത്തിലായതുകൊണ്ട് അച്ഛന്റെ വേഷത്തിൽ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞാലേടോ. അതുപോലെ കിഴങ്ങന്മാരുടെ ഒരു ഹോൾസെയിൽ ഡിപ്പാർട്ട്മെന്റ്. ആ ബന്ധു എന്ന് പറഞ്ഞു വന്നവനെ വിട്ടു. വിട്ടതല്ല, അയാള് പോയതാ. ഇതാണോ ആ ബാഗ്? അതെ സർ. വല്ലതും കിട്ടിയ പേഴ്സ് കിട്ടി. സാറേ, ഇവർക്ക് പോയിട്ട് സന്ധ്യാനമസ്കാരവും പ്രാർത്ഥനയൊക്കെ ഉള്ളതാ. ഇവരെ വിട്ടേരി. എന്നെ ഇവൻ എന്ത് ചെയ്യണം സാർ? 2 ഇലയിട്ട് സദ്യ വിളമ്പി കൊടുക്കും. കള്ളനെ കൈ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് വാടാ. ഏഷ്യാനെറ്റ് കൈരളി സൂര്യ ടി വി
കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താ കാര്യം പറഞ്ഞോളൂ. ഈ നാട്ടിലൊരു മുഖ്യമന്ത്രി ഉണ്ടോ? ഭരണമുണ്ടോ? നിങ്ങളത് ചോദിക്കാൻ കാരണം? ഐ എം എ ബിസിനസ് മാൻ, NRI ബിസിനസ് മാൻ. ഒരു പ്രോജക്ട് കൊടുത്തിട്ട് മാസങ്ങളായി, ഒരനക്കവും ഇല്ല. ബാക്കിയോട് പറയൂ. ആരോട് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം, മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വരട്ടെ. മുഖ്യമന്ത്രി എന്ന് വരും അതാർക്കും അറിയില്ല. സിഎമ്മിന് സുഖമില്ല, അതൊരു സത്യമല്ലേ? ശരിയാ. മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞു, CM ഇനി ഒരിക്കലും ഓഫീസിൽ വരാനിടയില്ല. ഇതിന്റെ നിജസ്ഥിതി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഷുവർ. ഞാനൊരു പ്രവാസി മലയാളിയാണ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള പെർമിഷന് വേണ്ടി ഞാൻ കുറെ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ബട്ട് നോ യൂസ്. പൊതുഭരണം ഉൾപ്പെടെ പല സർക്കാർ പോളിസികളിലും തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി കുറെ ദിവസങ്ങളായി ഓഫീസിലെത്തുന്നില്ല. ഷെയിം. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും. ഈ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ അല്പമെങ്കിലും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഏറിയാണ്. ഓക്കെ, കഴിഞ്ഞ കുറെ നാളുകളായി ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാതെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നു. വൈ? നിങ്ങൾ അന്വേഷിക്കണം. Yeah. സർ, ന്യൂസൊക്കെ ഞാനും കേട്ടു, അന്വേഷിക്കുകയും ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് ബുൾഷിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ തലയൊന്നും ഉണ്ടാക്കണ്ട സർ. ജൂൺ 11 CM ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇന്നലെ ജൂലൈ 20. ഇതിനിടയിൽ 40 ദിവസവും CM ഓഫീസിൽ പോയിട്ടില്ല. ഇന്ന് മണ്ഡലം 41 തികഞ്ഞപ്പോ ചില പ്രവാസികൾക്ക് ആകെ ആദി. CM കുറിച്ച് പെട്ടെന്നൊരു ഉത്കണ്ഠ. പറഞ്ഞു വെച്ചതുപോലെ 5 മിനിറ്റ് ഇടപെട്ട് ചാനലുകളിലേക്ക് ചാറ പറ വിളി, അതും പല സിമ്മിന്ന്. ബട്ട് ഓൾ ദ കോൾസ് ഒറിജിനേറ്റഡ് ഫ്രം ദ സെയിം ടവർ. ഇത് വെറും ബോഗസ് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ അധികം തലമുണ്ടാക്കണ്ട, തലയിൽ പുണ്ണാക്കാതിരുന്ന മതി. കാടളക്കി പുകച്ചു പുറത്തു ചാടിക്ക എന്നൊരു ചൊല്ലുണ്ട്. ചിലർക്ക് CM പുറത്തു കിട്ടണം, അതിനുള്ള കളിയാ സാറേ ഇത്. അതുകൊണ്ട് സാറ് ധൈര്യമായിട്ട് CM PS വാസ്തവനോടും പറയണം, ഈ വ്യാജ വാർത്ത കേട്ടിട്ട് ഡിസ്റ്റർബ്ഡ് ആവണ്ട. ഓക്കെ. വാ വാ വാ, DGP-മാര് വാ. അല്ല, നിങ്ങൾ ഈ CM വീട്ടിൽ തന്നെ തളച്ചിടാൻ തീരുമാനിച്ചിരിക്കുക? അങ്ങനെ ഒന്നല്ല. ഇപ്പൊ എത്ര ദിവസമായെന്നറിയാവോ CM പുറത്തിറങ്ങിയിട്ട്? പാവം, വട്ടുപിടിക്കില്ലേ മനുഷ്യന്. പത്രങ്ങൾ ഓരോന്നെടുത്ത് വായിച്ചു നോക്ക്. ഓരോ പത്രങ്ങളിലും CM കുറിച്ച് എഴുതിയിരിക്കുന്നത് CM വാദമെന്നോ തളർവാദമെന്നോ പരാൽറ്റിക്കെന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളാരും നമുക്കറിയാം. പക്ഷെ ജനങ്ങൾ ഇത് വിശ്വസിക്കും. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യ. ഇത്തിരി അല്ല സഖാവേ, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. വേറൊന്നുമല്ല, സെക്യൂരിറ്റി പ്രശ്നമാ. എന്ത് സെക്യൂരിറ്റി? XO YO Z ഒക്കെ അല്ലേ ഇപ്പോ? അതൊക്കെ പോലീസിന്റെ ജോലി. സെക്യൂരിറ്റി കൊടുക്കുന്ന ആളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയല്ലേ? ആണോ? അപ്പോ അത് ചെയ്യാ. ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന പരിപാടി ശരിയാവില്ല. നിങ്ങൾ പോലീസ് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. എന്നാ ശരി, ഇത് പറയാനാ വിളിപ്പിച്ച്. DGP-മാര് അല്ല സഖാവേ, ഈ പന്ന പീറ്റർ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോയാലോ?